അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ചായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ അഭിവാജ്യ ഘടകമാണ്, ഒരിക്കലും മാറ്റിവെക്കാനുള്ളതല്ല. അതിൻ്റെ ഓരോ സൂറത്തുകൾക്കും പ്രത്യേകതയുണ്ട്, ഓരോ ആയത്തുകൾക്കും പ്രത്യേകതയുണ്ട്, ഓരോ വരികൾക്കും പ്രത്യേകതയുണ്ട്, ഓരോ അക്ഷരത്തിനും പ്രത്യേകതയുണ്ട്, ഓരോ ഹർക്കത്തുകൾക്കും പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പറഞ്ഞറിയിക്കാൻ ഒരു മനുഷ്യനിക്ക് സാധ്യമല്ല, കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഒരാൾ ഓതിയാൽ ഫലഹു ബിഹി ഹസന, അവനിക്കത് കൂലിയാണ്. ഒരക്ഷരം ഖുർആനിലുള്ളതാണ് എന്ന നിലയ്ക്ക് ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ ഒരു കൂലിയാണ്. വൽ ഹസനതു ബി അശരി അംസാലിഹ, മുൻകഴിഞ്ഞൊരു വീഡിയോയിൽ ആ വിഷയം ഞാൻ പറഞ്ഞു. ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി അതുപോലെയുള്ള കൂലി അവനിക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരക്ഷരം ഓതിയാൽ ഒരു ഹസനത്ത് കിട്ടുമെങ്കിൽ ഓരോ അക്ഷരങ്ങൾ നമ്മൾ ഓരോ അക്ഷരമല്ലല്ലോ നമ്മൾ പാരായണം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഒരക്ഷരമല്ലല്ലോ, എത്ര അക്ഷരങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എത്രയോ ദിവസങ്ങളിൽ എത്രയോ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, നിസ്കാരങ്ങളിലും അല്ലാതെയുമായി ഓതുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ 155 അക്ഷരമുണ്ട്. മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, മീമിന് അലിഫിട്ടാൽ 155, മീമിന് അലിഫിട്ടാൽ 156. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഒരാൾ മാലിക് യൗമിദ്ദീൻ സാധാരണ നമ്മൾ ഓതുന്നത് പോലെ ഓതിയാൽ 156 ഹസനത്ത് കിട്ടുകയാണ് ഒരു ഫാത്തിഹ കഴിയുമ്പോഴേക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. സൂറത്തുൽ ബഖറ തുടക്കത്തിൽ നമ്മൾ കാണുന്ന വാക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം എന്നുള്ളത്. അത് 3 അക്ഷരമാണ്. ഈ 3 അക്ഷരം ഒരു ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലിഫ് ലാം മീം എന്നുള്ള ഈ ചെറിയ വാക്ക് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. ബൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലിഫ് എന്നുള്ള അലിഫ് ഒരക്ഷരമാണ്, മീം ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. 3 അക്ഷരം കൂടിയിട്ടാണ് അലിഫ് ലാം മീം എന്ന് നമ്മൾ ഓതുന്നത്. അപ്പോൾ 3 അക്ഷരമാണ്. ആ 3 അക്ഷരം നമ്മൾ ഓതുന്നത് കൊണ്ട് ഒരു ഖുർആൻ ഓതുന്നത് പോലെയാണ്, അതുപോലെ തന്നെ ഖുർആൻ്റെ ഒരു ആയത്ത് ഓതുന്നത് പോലെയാണ്, 3 അക്ഷരം ഓതുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ 3 അക്ഷരമാകുമ്പോൾ 3 ഹസനത്ത് കിട്ടുകയാണ്. ചെറിയ കാര്യമാണോ? അല്ല, വലിയ കാര്യമാണ്. അപ്പോൾ ചെറിയൊരു ആയത്ത് തന്നെ, ചെറിയൊരു ആയത്തിൻ്റെ കഷണം തന്നെ നാം ഓതുമ്പോൾ അത് പരിശുദ്ധമായ ഖുർആനാണ് എന്ന നിലയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ ഓതിയത്. ഒരാൾ ഓതുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം, ഓതേണ്ട പോലെ ഓതണം. അലിഫ് ലാം മീം എന്ന് ഓതുകയല്ല, അലിഫ് ലാം മീം എന്ന് ഒരാൾ ഓതിയാൽ അത് ഖുർആനാണ്. കാരണം അലിഫിന് നമ്മൾ നീട്ടലില്ല, ലാമിന് നമ്മൾ നീട്ടലില്ല, മീമിന് നമ്മൾ നീട്ടലില്ല സാധാരണ. പക്ഷെ ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് ഖുർആനാണ്. അവനിക്ക് ഹസനത്ത് കിട്ടുന്നു, അവനിക്ക് പ്രതിഫലം കിട്ടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ എത്ര കൂലി കിട്ടും? സൂറത്തുൽ ഫലഖ് ഓതിയാൽ എത്ര കിട്ടും?
അൽ ബഖറ ഓതിയാൽ എത്ര കൂലി കിട്ടും? വിശുദ്ധമായ ഖുർആൻ ഒരു ഖത്ം ഓതിയാൽ എത്ര കൂലി കിട്ടും? ഈ കൂലിയെല്ലാം നാളെ പാരത്രിക ലോകത്ത് മല പോലെ നമുക്ക് സ്വർഗപ്രവേശത്തിന് കാരണമായി ഷഫീആകുമെന്നാണ്, ശുപാർശകനാവുമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമായി ഖുർആൻ ഓതാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള മനസ്സും അതിനുള്ള സന്മനസ്സും നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ ഓതാതെ മൂലയ്ക്ക് വെക്കുന്നത് ശരിയല്ല, വെയിറ്റിൻ്റെ ഷോക്കേഴ്സിൽ വെക്കുന്നത് ശരിയല്ല. അതൊക്കെ എടുത്ത് നാം ഓതേണ്ടതാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ.